പ്ലേറ്റോയുടെ അലിഗറി ഓഫ് ദ കേവ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലേറ്റോയുടെ അലിഗറി ഓഫ് കേവിൽ പ്ലേറ്റോ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഒരു ഗുഹയ്ക്കകത്ത് തടങ്കലിൽ വച്ചിരിക്കുകയാണ്. അതായത് അവരുടെ കൈയും കാലുകളും കഴുത്തും ഉൾപ്പെടെ ചെയിൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർക്ക് സ്ട്രെയിറ്റ് വ്യൂസ് മാത്രമേ ഉള്ളൂ. അവരെ സ്ട്രെയിറ്റ് വ്യൂവിൽ ഇതാണ് ഗുഹയുടെ വാള്, അതായത് ഗുഹയുടെ ഭിത്തി. ഈ ഗുഹയുടെ ഭിത്തിയിൽ അവർ ഇവിടെ കുറച്ച് തീയുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഴ്സസിൻ്റെ ഇവിടെ ഒബ്ജക്ട്സിനെ വച്ച് അതിൻ്റെ ഷാഡോ മാത്രമേ അവരിവിടെ കാണുന്നുള്ളൂ. അതായത് ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ കാണിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ ഷാഡോ മാത്രമേ അവർ ഈ ഭിത്തിയിൽ കാണുന്നുള്ളൂ, ഈ കേവിൽ കാണുന്നുള്ളൂ. അതുമാത്രമല്ല, ഈ ഷാഡോ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ അവിടെ നിന്ന് പലവിധ ഒച്ച ഉണ്ടാക്കുകയും അത് ഈ ഗുഹകളുടെ ഭിത്തികളിലെല്ലാം തട്ടി കുറച്ച് എക്കോ സൗണ്ട്സ് ആയിട്ട് കേൾക്കുകയും അങ്ങനെ ഈ കൂട്ടം പ്രിസണേഴ്സ് അല്ലെങ്കിൽ ഈ കൂട്ടം ആൾക്കാർ ഈ ഭിത്തിയിൽ ഈ ഷാഡോസ് മാത്രം കാണുകയും അതിൻ്റെ ആ കേൾക്കുന്ന പ്രതിബിംബമായിട്ടുള്ള ഒച്ചയും കേട്ട് അത് മാത്രമാണ് റിയാലിറ്റി എന്ന് വിശ്വസിച്ച് പോകുന്നവരുമാണ്. അവർ ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവർ ആ ഒരു ബന്ധനം മാത്രമാണ് അവരുടെ റിയാലിറ്റി. ആ ബന്ധനത്തിൽ നിന്ന് മോചിതരാവാത്ത അവർ പുറത്തൊരു ലോകമുണ്ടെന്നോ പുറത്ത് എന്താണ് റിയാലിറ്റി എന്നോ പുറത്ത് ഈ ഒബ്ജക്ട്സ് എല്ലാം റിയലായിട്ടുണ്ട് എന്നുള്ളൊരു സത്യം അവർ മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല, അവർ ഈ കാണുന്ന ആ ഒരു ശബ്ദവും ഈ കാണുന്ന നിഴലുകളും ഈ ഭിത്തിയും മാത്രമാണ് റിയാലിറ്റി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൽ നിന്നും ഒരു പ്രിസണർ ഫ്രീ ആവുന്നത്. മോചിതനാക്കി ഈ പ്രിസണറിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണ്, ഈ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പോകാൻ അനുവദിക്കുകയാണ്. അപ്പോഴും ബാക്കിയുള്ളവർ ഇപ്പോഴും ലോക്ക്ഡാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും, അല്ലെങ്കിൽ ആ ഒരു പുള്ളി ഒഴിച്ച്, ആ ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഗുഹയ്ക്കകത്ത് അതേപോലെ ഈ ഷാഡോസും ആ ഒച്ചകളും മാത്രമാണ് റിയാലിറ്റി എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. മറ്റേ വ്യക്തി ഗുഹയ്ക്ക് പുറത്ത് ഇറങ്ങുന്നു. അങ്ങനെ ആ വ്യക്തി ആദ്യമായി സൂര്യനെ കാണുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് പുറത്തൊരു ലോകമുണ്ടെന്നും ഗുഹയ്ക്ക് പുറത്ത് ചെടികളും പൂക്കളും മലകളും കായ്കളും അങ്ങനെ പല വിധത്തിലുള്ള ഭൂമിയുണ്ടെന്നും പുറത്ത് ഗുഹയ്ക്കകത്ത് കാണുന്ന പോലെ ഷാഡോസ് മാത്രമല്ല റിയാലിറ്റി എന്നും പുറത്ത് ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫിൽ കാണാനുണ്ടെന്നും അങ്ങനെ അയാളുടെ സ്വന്തം റിഫ്ലക്ഷൻ തന്നെ അങ്ങനെ ഒരു വെള്ളത്തിൽ കാണുകയും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയും അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്നും. അതുവരെ ഈ ഗുഹയ്ക്കകത്ത് കേട്ടിട്ടുള്ള ഷാഡോസും എക്കോസും മാത്രമാണ് റിയാലിറ്റി എന്നാണ് ഇവരുടെ പെർസെപ്ഷനിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഇവരുടെ പെർസെപ്ഷനിൽ റിയാലിറ്റി ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് മാത്രമല്ല റിയാലിറ്റി എന്നും പുറത്ത് ആദ്യമായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വെളിയിൽ, അതായത് ഈ ഗുഹയുടെ പുറത്ത് മറ്റൊരു ഗ്രേറ്റർ ആയിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ടെന്നും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ വ്യക്തി ഇത് പറയാനായി തിരിച്ചു വരികയാണ്. ഇതേപോലെ ഇത് പറയാനായി ഗുഹയ്ക്കകത്തേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഇത് പറയാനായി ഈ വ്യക്തി പുറത്ത് പോയി പ്രപഞ്ച സത്യം, അല്ലെങ്കിൽ പുറത്ത് മറ്റൊരു വലിയ റിയാലിറ്റി ഉണ്ടെന്നും നമ്മൾ ഈ കാണുന്ന ഷാഡോസും എക്കോസും ഒന്നും റിയാലിറ്റി അല്ല എന്നും പുറത്ത് ഇതിനേക്കാൾ വളരെ മനോഹരമായൊരു ലോകമുണ്ടെന്നും അറിയിക്കാൻ, അതായത് അത് പറയാനായി അകത്തേക്ക് വരുന്ന ഈ വ്യക്തി പക്ഷേ ഈ അകത്തുള്ള പ്രിസണേഴ്സിൻ്റെ അടുത്ത് പറയുന്നതൊന്നും ആ പ്രിസണേഴ്സ് വിശ്വസിക്കുന്നില്ല. കാരണം അവർ ഇതുമായി ബന്ധനത്തിൽ കിടക്കുന്നത് മാത്രമാണ് റിയാലിറ്റി എന്നും പുറത്തു വന്ന് ഈ വ്യക്തി പറയുന്നത്, ആ വ്യക്തി പുറത്തു പോയപ്പോൾ സൂര്യൻ്റെ ആ വ്യക്തി പുറത്തു പോയപ്പോൾ പുറത്തെ പ്രകാശമേറ്റ ആ പുള്ളി അന്ധനായി എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തികൾ കാണുന്നത്. അതായത് അവരൊന്നും ഈ വ്യക്തി പറയുന്നത്, ഈ പുറത്തു പോയിട്ട് വന്ന വ്യക്തി പറയുന്നത് വിശ്വസിക്കാതിരിക്കുകയും മാത്രമല്ല റിജക്റ്റ് ചെയ്യുകയും അവർക്ക് ആ ബന്ധനത്തിൽ ഈ പുറത്തു പോയ വ്യക്തി, ഗുഹയ്ക്ക് പുറത്തേക്ക് പോയ വ്യക്തി അകത്തേക്ക് വന്ന് ഇവരെ ബന്ധനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ മോചിപ്പിക്കാൻ ട്രൈ ചെയ്യുമ്പോഴും അതൊന്നും വേണ്ട, ഞങ്ങൾ ഈ ഗുഹയ്ക്കകത്ത് തന്നെ ഇതാണ് റിയാലിറ്റി, ഞങ്ങൾ ഈ കാണുന്ന ഷാഡോസും എക്കോസും മാത്രമാണ് റിയാലിറ്റി എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകം എന്നാണ് പ്ലേറ്റോയും പറയുന്നത്. അതായത് ഇവിടെ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. 2 ചോദ്യങ്ങളല്ല, ഒരുപാട് ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നമുക്കിവിടെ കണക്കാക്കാം. എന്തുകൊണ്ട് പുറത്തേക്ക് പോയ ഈ വ്യക്തി തിരിച്ചകത്തേക്ക് ഇവരെ മോചിപ്പിക്കാൻ വന്നു? അതായത് പ്ലേറ്റോ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് തിരിച്ച് പുറത്തുള്ള ആ ഗ്രേറ്റർ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന, അതായത് ഈ ബന്ധനത്തിൽ നിന്ന് മോചിതനായ ആ വ്യക്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഫിലോസഫർ. പകരം അതുപോലെ ബാക്കി മോചിതരാകാതെ ബന്ധനത്തിൽ കിടക്കുന്ന ആ വ്യക്തി, മറ്റുള്ള വ്യക്തികളാണ് നമ്മൾ. അതായത് ഈ എംപിരിക്കൽ വേൾഡിൽ ജീവിക്കുന്ന, അതായത് പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ബാക്കിയുള്ള വ്യക്തികൾ. അപ്പോൾ എന്തിന് ഈ ഫിലോസഫർ വെളിയിൽ പോയി എൻലൈറ്റൻ ആയിട്ടുള്ള ഈ വ്യക്തി തിരിച്ചകത്തേക്ക് വന്ന് മറ്റുള്ളവരെ മോചിപ്പിക്കാൻ തിരികെ വന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധോദയം ഉണ്ടായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫിലോസഫർ ചെയ്യേണ്ടത്. അവർ മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കണം. അതായത് അവർക്ക് ലഭിച്ച ആ ഒരു ബോധോദയം മറ്റുള്ളവർക്കും ഉണ്ടാകണം, അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തം ഉണ്ടാകണമെന്ന് സമൂഹത്തിൻ്റെ ഒരു ഉന്നതയാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അങ്ങനെയാണ് ഒരു യഥാർത്ഥ ഫിലോസഫർ. അതായത് അവർക്ക് കിട്ടിയ നോളജും ട്രൂത്തും അവർ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്നാണ് ഒരു ഫിലോസഫർ. അങ്ങനെ ആയിരിക്കണമെന്നാണ് പ്ലേറ്റോ പറയുന്നത്. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ യുവർ ലൈഫ്, പ്ലേറ്റോയുടെ അലിഗറി ഓഫ് കേവിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന റിയാലിറ്റി, നമ്മൾ കാണുന്ന ഷാഡോസും നമ്മൾ കാണുന്ന എക്കോയും മാത്രമാണോ, അതോ ഇതിന് പുറത്തൊരു ഗ്രേറ്റർ റിയാലിറ്റി ഉണ്ടോ, അത് നമ്മൾ കാണാതിരിക്കുന്നതാണോ? അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിനെ എക്സാമിൻ ചെയ്യണം. ആൻഡ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്തി എന്ന് നമ്മൾ സോക്രട്ടീസ് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പ്ലേറ്റോയുടെ ബുക്സിൽ നിന്ന് നമ്മൾ സോക്രട്ടീസിൻ്റെ പല ഡയലോഗ്സും പ്ലേറ്റോയുടെ ബുക്സിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പ്ലേറ്റോ സോക്രട്ടീസിനെയാണ് ഒരു ട്രൂ ഫിലോസഫറായിട്ട് കണ്ടിട്ടുള്ളത്. സോക്രട്ടീസ് പൊട്ടൻഷ്യലി നമ്മുടെ ഒരു ട്രൂ ഫിലോസഫറാണ്. അതായത് മനുഷ്യരെല്ലാവരും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ അലിഗറി ഓഫ് ദ കേവിൽ പറഞ്ഞ പോലെ ചങ്ങലകളാൽ ബന്ധിതമാണ്. അതിൽ നിന്നും ആ ബന്ധനത്തിൽ നമ്മൾ മോചിതരാവണമെന്നും നമ്മൾ മറ്റൊരു റിയാലിറ്റി, അതായത് ശരിക്കുള്ള ആ റിയാലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. സോക്രട്ടീസിൻ്റെ മരണം, അല്ലെങ്കിൽ സോക്രട്ടീസിൻ്റെ ഗവൺമെൻറ് ശിക്ഷിച്ചതിന് ശേഷം, ഗവൺമെൻറ്റിൻ്റെ ശിക്ഷയ്ക്ക് ശേഷം സോക്രട്ടീസ് മരണപ്പെട്ടു. അതിനുശേഷം ഏതൻസിലെ ആ ഡെമോക്രസിയെ പ്ലേറ്റോ നല്ലപോലെ എതിർക്കുകയും അതിന് പകരം ഫിലോസഫി കിങ്സ് വരണമെന്നും നമ്മുടെ പ്ലേറ്റോ അവകാശപ്പെടുകയുണ്ടായി. അത് എല്ലാം പ്ലേറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.